പറഞ്ഞ ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോസ് പറഞ്ഞ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ഇങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ കൈ മടക്കിയിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ട് പറയും. ഇരിക്കേണ്ട പ്രായമല്ലല്ലോ, ഓടി എടുക്കേണ്ട പ്രായമല്ലേ. ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ കൂട്ടാ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. എല്ലാവരും ലൈക്ക് ചെയ്യും ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യട്ടാ. വിടറാ ഇത് പിടിച്ചോ, പിടിച്ചോടാ ചെല്ലടാ. എന്തിട്ടാ കാണിക്കണം? അത് പുറത്ത് ആരാട് നിക്കണത്, അവരുടെ അടുത്തേക്ക് പോവാല. അല്ലടാ നിനക്ക് അകറ്റിരിക്കാൻ പറ്റില്ലേ? ഹഷ് ബേബി നമുക്ക് പോണ്ടേ? ഇന്ന് ബർത്ത്ഡേക്ക് പോണ്ടേ? ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേക്ക് പോണ്ടേ? കണ്ടുടാ, ആകാശം, ചന്ദ്രൻ, സൂര്യൻ. അതിനെടുത്ത അമ്മിച്ചെടുത്താന്നാ, അമ്മിച്ചെടുക്ക്. സമാധാനായി അല്ലടാ? സന്തോഷായി? സന്തോഷായി രാത്രിയിലെ പകലുമില്ല. സന്തോഷായി അല്ലേ? സന്തോഷായി. എന്നിട്ട് പകലും നിങ്ങളുടെ അടുത്ത് ജോലിയില്ലേ? സന്തോഷം വേണ്ട, അപ്പനും വേണ്ട, ആരും വേണ്ട. പോണ കണ്ടിട്ട് നൂല് കളിക്കുന്നില്ല. നരേന്ദ്രപ്രസാദ് അല്ലേ? ജാക്കിനെ വിളിക്കുന്നത്. സിഗ്നൽ എന്നതാ പോവാനായിട്ട് ആണോടാ? ഇന്ന് പറഞ്ഞു പരിപാടി പറഞ്ഞോ. അപ്പൊ ഗായ്സ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ വൈകുന്നേരം നമുക്ക് നൈറ്റ് ഒരു പരിപാടി ഉണ്ട്, അതായത് ബർത്ത്ഡേ പരിപാടി. അതെ, ബർത്ത്ഡേ പരിപാടി. ഇന്ന് പരിപാടിക്ക് പൊന്നൂസ് ആങ്കർ ചെയ്യാനാ പോണേ. അയ്യോ ഞാൻ മറന്നു പറയാൻ, അത് ഞാൻ മറന്നുപോയി. ഇന്ന് ഞാനാണ് ആങ്കർ ചെയ്യാൻ പോണത്. എന്റെ ആദ്യത്തെ ആങ്കറിംഗ് ഡ്യൂട്ടി, എന്റെ ആദ്യത്തെ ആങ്കറിംഗിന്റെ പരിപാടി നമുക്ക് ഇന്ന് കാണാൻ പറ്റും. യെസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് കസിൻസ്, ഇത് പ്രൊഫഷണൽ. അതെ, പ്രൊഫഷണൽ രീതിയിലുള്ള ആദ്യത്തെ ആങ്കറിംഗിനാണ് പോണത്. ഇതിന്റെ ഉള്ളിൽ കണ്ട ഏതോ ഒരു മഹാൻ ഇതിന്റെ ഉള്ളിൽ നിറയെ തോടാക്കിയിട്ട് കപ്പലിന്റെ ഇല്ലാണ്ട് വെച്ചേക്ക. നീ ഏത് നിങ്ങൾ ഓർക്കണം. അല്ല അമ്മച്ചേ, അന്ന് ഞാൻ മേടിച്ചോണ്ടെന്ന ക്യാഷ്നട്ടിന്റെ ഫുള്ളും തീർത്തത് ഇവളല്ലേ? തൊണ്ട് മാത്രമേ വെച്ചാലേ? അതെ, ക്യാഷ്നട്ടിൽ എന്ത് കടല കിടത്തില്ല. ഞാൻ കപ്പലിന്റെ തൊണ്ടോട് കൂടി തിന്നല്ലോ. സുഖായില്ലേ? ആ തൊണ്ട് മൊത്തം തിന്നോ? തിന്നോ? എന്നിട്ടത് ഓ മറ്റേ ഇതിനു വേണ്ടിട്ടുള്ള പ്രാക്ടീസിങ്, ആങ്കറിങ്ങിന് വേണ്ടിയുള്ള പ്രാക്ടീസിങ്. ഞാൻ നേവരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കസിൻസിന്റെ ഒക്കെ നമ്മൾ ചെയ്യും. നമ്മള് വള പറഞ്ഞാൽ മതിയല്ലോ, നമ്മുടെ ആൾക്കാരല്ലേ. ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടിരിക്കണം. ഉണ്ണിയോട് കിടന്ന് ഉറങ്ങി ഗൈസ്. ഞാനേ നീ ഇത് പഠിച്ചോ, ഞാൻ ഡ്രസ് മാറിട്ട് വരാം. ഉണ്ണി ഉറങ്ങി. ഉണ്ണീനെ നമ്മൾ ഇപ്പൊ കൊണ്ടുപോകില്ലേ, കാരണം അവിടെ തൊട്ടടുത്താ. അപ്പൊ ഉണ്ണീനെ നമ്മള് എന്റെ ആങ്കറിങ് കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടുപോകും. അതുവരെ അവൻ ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ അവനെ ഏറ്റ് കഴിഞ്ഞാൽ അവന്റെ ഉറക്കം പോയി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പ്രാന്തന്റെ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പൊ അതെ പൊന്നൂസ് പോയിട്ട് ഡ്രസ് മാറി. നീ പഠിച്ചോ ബാക്കിയത്? അതെ, പഠിക്കൊന്നുമില്ല, നോക്കി പറയാ. നോക്കി പറയണേ. നീ നോക്കി വായിച്ചോ, ഞാൻ അപ്പോഴേക്കും ഡ്രസ് മാറിട്ട് വരാം. ഒരു ഫ്ലോ കിട്ടാൻ. ശരി 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 ശരി. ബൈ. എന്റെ സൂ അല്ലേ? അല്ലേ സൂ, എന്റെ സൂ, എനിക്ക് വേണ്ടി വാങ്ങിയ ഷൂ. എന്നിട്ട് നീ ഇട്ട് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ സെറ്റ് ഗൈസ്. അപ്പൊ നമ്മള് പോവാണ് കേട്ടോ, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ ബാ. വൈകുന്നേരം ഉണ്ട് പരിപാടി. ഇത് അത് പറയാൻ പറഞ്ഞു. വൈകുന്നേരം പരിപാടി. അപ്പൊ ഞങ്ങൾ പോട്ടെ. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞ് വന്ന് ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് ഉണ്ണിനെ കൊണ്ടുപോകും. അതാണ് ഗൈസ് പ്ലാൻ. ഓക്കെ, ഇങ്ങനെ മുടിയിടുന്നത് ഭംഗിയില്ല നീ പറയണേ. എനിക്കിഷ്ടല്ല ഇങ്ങനെ മുടിയിടുന്നത്. നീ എങ്ങനെ വേറെ ഇങ്ങനെ കെട്ടിയാലോ? ഇറ്റ്സ് അപ് ടു യു. ഇത് മറ്റേനേക്കാളും എനിക്ക് ഇഷ്ടമുണ്ട്. നിനക്ക് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. ടെൻഷൻ ഉണ്ടോ നിനക്ക്? എന്ത് ആൾക്കാരൊക്കെ പൈസ അതിനുള്ള സന്തോഷത്തിലാണോ? എനിക്ക് തോന്നുന്നു SSLC പരീക്ഷയ്ക്ക് പോലും പൊന്നൂസ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. ആണോ? എഞ്ചിനീയറിംഗിന് പഠിച്ചിട്ടുണ്ടാവില്ല. അതെനിക്ക് സപ്ലി കിട്ടിണ്ടാവാ. സപ്ലി കിട്ടിയത് അംഗീകാരല്ലേ?
സപ്ലി കിട്ടുന്ന അംഗീകാരാണ്. സപ്ലി ഇല്ലാണ്ട് എഞ്ചിനീയറിംഗ് മലയാളം ഇംഗ്ലീഷ് ഉറുദു അറിയും. ഉറുദു മിക്സ് ചെയ്ത് പൂശിക്കോ. നടുക്കലേക്ക് കന്നാലേ കാണാൻ പറ്റുള്ളൂ. ആണോ? നമ്മളിവിടെ എല്ലാവരും ആയിരിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്. പാരന്റ്സ് ആൻഡ് ദേ റിസീവ് ദെയർ പ്രിൻസസ്. അവർ അവളെ അദാലിയ എന്ന് വിളിച്ചു. Now she turned into one. If a baby comes to your life, എനിക്കങ്ങനെ പേടിയൊന്നും അങ്ങോട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞാല് അതെ നമ്മുടെ പൊന്നൂസിന്റെ പരിപാടി കഴിഞ്ഞു, ആങ്കറിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ പോയിട്ട് നമുക്ക് നമ്മുടെ ചെക്കനെ ഇങ്ങോട്ട് എടുത്തോണ്ടരാം. ആള് എണീറ്റുണ്ടാവോ? എണീറ്റുണ്ടാവും. ഇപ്പൊ 7:30 എണീറ്റിട്ടുണ്ടാവും. എണീറ്റിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിലും പൊക്കി അന്നത്തെ നമുക്ക് ഭക്ഷണങ്ങൾ കൊടുക്കണം. അവന് വിശക്കണ്ട ഉണ്ടാവും. വൈകുന്നേരം പഴം കഴിച്ചുള്ളൂ. അവൻ പഴമൊക്കെ കഴിച്ചു. മറ്റേ പഴമൊക്കെ കഴിച്ചു. ഒരു ട്രിപ്പ് കൊടുക്കാറായി. ഡ്രസ് മാറ്റിക്കോ. ഡ്രസ് മാറ്റിക്കോ ബേബി. അവന് വന്നില്ലല്ലോ. ഇതാണ് ഉണ്ണിയുടെ ഡ്രസ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയില് കണ്ടില്ലേ, നമ്മൾ ഉണ്ണിക്ക് മേടിച്ച ഡ്രസ്. അതാണ് ഈ ഡ്രസ്. ഇതാണ് അവൻ ഇടുന്നത്. ഷാർക്ക് ഓക്കെ എടിപ്പിച്ചോ ഹസി ബേബി. ഇത് മഞ്ഞ, ലൈറ്റ് മഞ്ഞാണത്. ലെമൺ മഞ്ഞ. ഞാൻ ഉണ്ണിക്ക് കുറെ നാളായിട്ട് ലവ് ലാപ്പിന്റെ സുപ്രീം ഡയപ്പർ പാൻസ് ആണ് ഉപയോഗിക്കണേ. ഇതിൽ 10 മില്യൺ പോഴ്സ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് സൂപ്പർ ബ്രീത്തബിലിറ്റി ആണ്. അതുകൊണ്ട് ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അലോവേര ലോഷൻ ഉള്ളതുകൊണ്ട് റാഷസും ഉണ്ടാവില്ല. പിന്നെ നല്ല സോഫ്റ്റ് ആണ്, കംഫർട്ട് ആണ്, നല്ല സ്ട്രെച്ചബിൾ ആണ്. പിന്നെ ഇതിന്റെ വെറ്റ്നെസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലപോലെ വെറ്റ് ആയി കഴിഞ്ഞാൽ മാറ്റാനും പറ്റും. പിന്നെ ഒരു ഡിസ്പോസിബിൾ ടൈപ്പ് ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും പറ്റും. ഇതിന് നല്ല ലീക്ക് ലോ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് തൈസിക്കോട് ഒന്നും യൂറിൻ അങ്ങനെ വരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നൈറ്റ് ഫുൾ ആയിട്ട് യൂസ് ആക്കാനും പറ്റും. പിന്നെ ഇത് സാധാരണ ബേബീസ് ഒക്കെ ഒരു 80 ml ആണ് യൂറിൻ പാസ് ചെയ്യാറ്. അപ്പോൾ അത് നേരെ ജെല്ലായിട്ട് കൺവേർട്ട് ആവണം ചെയ്യുക. പിന്നെ നല്ല സ്പ്രെഡബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്താലും ലീക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആവില്ല. പിന്നെ ഇതിന് 360 ഡിഗ്രി പ്രൊട്ടക്ഷനും ഉണ്ട്. ഇത് ന്യൂബോൺ സൈസ് തൊട്ട് അവൈലബിൾ ആണ്. എനിക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് അവന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രസ് മാറി നമുക്ക് പോവാം. ബർത്ത്ഡേ പരിപാടിക്ക് പോവാം. ഹിസി ബേബിക്ക് പോവാം. അവന് വരില്ല. ഇനി വരില്ല. അയ്യാടാ. ടാറ്റാ. അവനോട് കൊടുക്കാൻ പറയും. കൊടുക്കടാ ഹസ് ബേബി. കൊടുത്തടാ. കൊടുക്കടാ. ഹസ്ബേബി ഒന്നിനെ കറിയണേ. ഹസ്ബേബി കേക്ക് ഡ്രസ് ഒക്കെ പോ ചോദിച്ചിരിക്കണ. കിട്ടി. ചിരിച്ചേട്ടാ ചിരിക്കാത്ര പാട്. കിട്ടിയിട്ടുണ്ട്. എന്തിത്രക്ക് അമ്മ ചിരിക്കണ്ട. എന്താ നിങ്ങൾ പറയുമ്പോ ചിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുമ്പോ ചിരിക്കും. വിശക്കണ്ട പൊന്നെ. ബേബിക്ക് വിശക്കണ്ടോടാ? ചിരിക്കണേ. അതല്ല എല്ലാവരും ചിരിക്കണം. ഞാനും ചിരിക്കണം. ഞാൻ കഴിക്കുന്നുണ്ട്. ഇനി കഴിക്കണ്ടോ? സാലഡൊക്കെ കഴിക്കും. ഞാൻ ചോറെടുത്ത് കഴിച്ചു. നമുക്ക് പയറുതോരൻ, മീൻ, ചിക്കൻ, ബീഫ്, പോർക്ക്, മാങ്ങക്കറി, കുറച്ച് ചോറ്. അങ്ങോട്ട് നീങ്ങിയിരുന്നു. അവർ രണ്ടുപേരും ഇരിക്കണ്ട. റൈസ് ഒന്നും വേണ്ട. എന്താ ഇത് പിടിച്ചോ. എന്ത് സന്തോഷം. എന്താ പായസം നോക്കി ഒരാള് ചിരിച്ചു വരണം. നോക്കി കുടുക്കയില് വല്ലതും കേറ്റിയാ ചോറ് എണീലേ.
ചോറ് തന്നെയില്ലേ പൊന്നൻ ആ പെണ്ണിനെ ചേച്ചി പെണ്ണിനെ കണ്ടാ കഷ്ടം വയ്ക്കണ്ടല്ലോ. കണ്ടില്ലേ ഹസിക്കുട്ടാ കണ്ടില്ലേ ഹസിക്കുട്ടാ സമയം നോക്കിയേ 10:30 സമയം കണ്ടാ? വയറ് ഗൈസ് ഉണ്ടപ്പന്റെ ആങ്കറിങ് കുറച്ച് പൊന്നൂസിന്റെ ആങ്കറിങ് കുറച്ചുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെന്നുള്ളത് കമന്റ് ചെയ്തോളൂ. അവള് പറഞ്ഞത് ഓൾ കേരള ഇവിടെ വന്നു കഴിഞ്ഞാൽ അവള് പോയി ആങ്കറിങ് ചെയ്യുന്ന പറയണത്. ഓൾ കേരള എവിടെ ഉണ്ടെങ്കിലും ഷീറ്റ്സ് റെഡി അല്ലെ? പക്ഷെ പൈസ വേണോട്ടോ ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അതെ അപ്പൊ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒന്നുമില്ല. ലൈറ്റുകൾ കുറെ നേരം എന്നോട് കാണിച്ചിട്ട് ഞാൻ നോക്കിയില്ല. പാടി എടുത്തോണ്ടേ പാടി എടുത്തോണ്ടേ കുറുമ്പ് കാണിക്കണേന് എവിടെയാ ഉറക്കം വന്നിട്ടാ നേരത്തെ കാണിക്കണ്ട അയാൾ അങ്ങനെ അല്ലേ? അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗൈസ് അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പറഞ്ഞ ഞങ്ങൾ ഇത്രയ്ക്ക് സമയം അവിടെ ആവുന്ന വിചാരിച്ചില്ല. ഞങ്ങൾ ഒരു 8 മണി 8:30 ആകുമ്പോൾ വരാന്ന് വിചാരിച്ചായിരുന്നേ. പെർഫ്യൂമിലായിരിക്കും. അപ്പൊ പിന്നെ ലേറ്റ് ആയി പോയി. ഇപ്പൊ സമയം 10:30 വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ടാറ്റ ബൈ ബൈ സീ യു ഗൈസ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തോളൂ. ഓക്കെ ടാറ്റ ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ് കൊണ്ട് ഇപ്പുറത്തും വന്നു ഇപ്പുറത്ത് ഉമ്മോടേ ഇപ്പുറത്തും വന്നു അമ്മയ്ക്ക് ഉമ്മോടക്കടാ ഇപ്പുറത്തും പോലെ